ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സെറ. ഇന്ന് സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഒളിച്ചിരിക്കുന്ന കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. ആ പ്രീസെറ്റ്സ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പിക്ചേഴ്സിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ ട്രിക്സും ടിപ്സും ഒക്കെ ആയിരിക്കും എൻ്റെ ചാനൽ വരിക. സോ കൂടുതൽ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ ഞാൻ എടുത്തൊരു ബീച്ചിൻ്റെ പിക്ചർ ഞാൻ സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാപ്സീഡിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ നിന്നും നമ്മൾ ഗ്രഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഗ്രഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേ എഫക്ട്സ് അതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഒരു ഇതുപോലുള്ള കുറേ സ്ട്രക്ചേഴ്സൊക്കെ നമ്മുടെ പിക്ചറിൽ കൊടുക്കാനായിട്ടൊരു വിൻറ്റേജ് പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തേക്കൊരു സ്ട്രക്ചർ കൊടുക്കാനാണ് നമ്മൾ മെയിനായിട്ട് അത് യൂസ് ചെയ്യുക. ആൻഡ് നമുക്ക് ആ ഒരു എഫക്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അതിനായിട്ട് നടുക്കുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിനകത്ത് നമുക്ക് ടെക്സ്ചർ സ്ട്രെങ്ത്തും അതിൻ്റെ സാച്ചുറേഷനും ബ്രൈറ്റ്നസ്സും ഒക്കെ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റും. അതിൽ നിന്നും ടെക്സ്ചർ സ്ട്രെങ്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കണം. അതായത് ഇത് ഏറ്റവും ലോ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും. സോ ടെക്സ്ചർ സ്ട്രെങ്ത് ഏറ്റവും ലോ ആക്കുക. ആൻഡ് ബാക്കി എഫക്ട്സ് നിങ്ങളുടെ പിക്ചറിന് ആക്യുറേറ്റ് ആയിട്ട് തോന്നുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് കുറയ്ക്കാം. സ്ക്രീനിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പിൻ ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ റേഡിയസ് കൂടും. അതായത് എഫക്റ്റ് വരുന്ന ഭാഗത്തിൻ്റെ റേഡിയസ് കൂടും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പിക്ചറിനകത്ത് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാക്കും. നമ്മുടെ പിക്ചറിന് ഓക്കെ ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യുക. ആൻഡ് അതിൽ സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ പ്രീസെറ്റ്സ് ഉള്ളത്. ആ സ്റ്റൈൽസ് നമ്മളിങ്ങനെ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ നമ്മളിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പ്രീസെറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ആ പ്രീസെറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് ഇഷ്ടം പോലെ കളർ കോമ്പിനേഷനിലും പല കോൺട്രാസ്റ്റിലും പല ബ്രൈറ്റ്നസ്സിലും ഒക്കെ ഒരുപാട് പ്രീസെറ്റ്സ് അവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെയാണ് സ്നാപ്സീഡ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന 1499 പ്രീസെറ്റ്സ്. നിങ്ങളുടെ പിക്ചറിന് ഏതാണോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പിക്ചർ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഞാൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഇമേജാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ പ്രീസെറ്റ്സ് കൊടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും നോക്കാം. പ്രീസെറ്റ്സിൽ നമ്മൾ സ്റ്റൈൽസ് കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ സാച്ചുറേഷനും കോൺട്രാസ്റ്റും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ പ്രത്യേകിച്ച് ഒരു എഡിറ്റും ചെയ്യാതെ തന്നെ ഒരുപാട് പ്രീസെറ്റ് പല കളേഴ്സിൽ പല ടിൻറ്റിൽ പല കോമ്പിനേഷൻസിൽ ഇവിടെ അവൈലബിൾ ആണ്. സോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെയുള്ള കൂടുതൽ ട്രിക്സിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാലും ഫ്രണ്ട്സിനോട് ഷെയറും ചെയ്യാം. സോ നെക്സ്റ്റ് ടൈം കാണും വരെ എല്ലാവരും ടേക്ക് കെയർ.